ഹലോ സൂപ്പർ ഫാൻസ്, ഐ ആം ആർട്ടിസ്റ്റ്. സൂപ്പർ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സൂപ്പർ ഫാൻസിനും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ചെയ്യുന്നത്. കാരണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഛോട്ടാ ഭീം ആൻഡ് ദ റൈസ് ആൻഡ് ദ കേഴ്സ് ഓഫ് ദമ്യാൻ എന്ന് പറയുന്ന മൂവിയുടെ ഒരു റിവ്യൂ ആയിട്ടാണ്. സോ ഈ മൂവിയെ കുറിച്ച് അറിഞ്ഞോടത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്, ഛോട്ടാ ഭീം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാഗ്യം വളരെ മനോഹരമാക്കിയ ഒരു ക്യാരക്ടറാണ്, സീരീസാണ്. സോ ഈ ഒരു ഛോട്ടാ ഭീമിൻ്റെ ഒരു ആനിമേറ്റഡ് മൂവി ആയിരുന്നു ഛോട്ടാ ഭീം ആൻഡ് ദ കേഴ്സ് ഓഫ് ദമ്യാൻ. അതിൻ്റെ പേരിലൊരു ബുക്കും ഉണ്ട്. സോ അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ മൂവിയാണ് ഈ സിനിമ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കേൾക്കണം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവൽ DC കോമിക്സ് മൂവീസ് ആയിട്ടുള്ള ഓസമായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് അടുത്ത ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. സോ സാധനം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ കൊച്ചിലെ ഒരുപാട് ഛോട്ടാ ഭീം കണ്ട ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ഈ മൂവി കണ്ടത്. ഈ മൂവി ഒരുപാട് അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല ആൾക്കാർ, കാരണം ഈ മൂവി എല്ലാ തിയേറ്റേഴ്സിലും കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. കാരണം ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ ഓരോ ഫ്രെയിമും വാസ് എ ട്രീറ്റ് ഫോർ മീ. കാരണം ഈ ഒരു ദമ്യാനെന്ന് പറയുന്ന വില്ലനെ നല്ല രീതിക്ക് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. VFX ആയിക്കോട്ടെ ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ഓരോ സീനിലെ VFXും, ഈ സിനിമയിൽ VFX എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ VFXനെ എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യ കാട്ടി നല്ല VFX ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ദോരോ ബോലുവിൻ്റെ ഒക്കെ കാസ്റ്റിംഗ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാലിയ എന്ന് പറയുന്ന ക്യാരക്ടർ, അവരുടെ എല്ലാം കാസ്റ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഭീമിൻ്റെ കാസ്റ്റിംഗ് ആയിക്കോട്ടെ, അത് വില്ലനായിട്ട് വരുന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, എല്ലാവരുടെയും കാസ്റ്റിംഗ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബുക്ക് വായിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ആനിമേറ്റഡ് മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു മൂവിയുടെ സ്റ്റോറി നമ്മൾക്ക് നേരത്തെ കണ്ടിട്ടുള്ള അതേ കഥ തന്നെയാണ്. പക്ഷേ അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് അത് കൺവേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ എന്തായാലും നിങ്ങൾ ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക. എനിക്ക് ഈ മൂവിയുടെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 5 സ്റ്റാർസിൽ 4.5 തന്നെ ഞാൻ കൊടുക്കും. കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ ഈ മൂവി നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണാം. സോ മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് ഉണ്ടാകും. അതിന് ആത്മജ സൂപ്പർ ഹീറോസ്.